വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ GK റാങ്ക് കോർണറിൽ ഒരു ചെറിയ ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എല്ലാ ആഴ്ചയും നമ്മൾ GK റാങ്ക് കോർണർ എന്ന് പറഞ്ഞിട്ട് വളരെ ഒരു ചെറിയ ഒരു 2-3 മിനിറ്റുള്ള ഒരു ചെറിയ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില ടോപ്പിക്കുകളാണ് ആഡ് ചെയ്യാറ്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹീര എന്ന് പറയുന്ന ഒരു ഏജൻസിയെ കുറിച്ചാണ്. എന്താണ് ഹീര? HEERA, ഹീര. എന്താണ് അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീരയുടെ പൂർണ്ണ രൂപം ഹയർ, പറഞ്ഞ ഹയർ, എഡ്യൂക്കേഷൻ, അടുത്ത എംപവർമെന്റ് റെഗുലേഷൻ ഏജൻസി. എന്താ പറഞ്ഞേ? ഹയർ എഡ്യൂക്കേഷൻ എംപവർമെന്റ് റെഗുലേഷൻ ഏജൻസി. അതാണ് ഹീര. ഹീര എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. ഈ ഏജൻസി വന്നു എന്ന് ചോദിച്ചാൽ ഈ ഏജൻസി വന്നിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റ് ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത? ഹീര എന്തിനു വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ്? നമുക്ക് മനസ്സിലായി, എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏജൻസിയാണ്. അതുകൊണ്ടാണല്ലോ ഹയർ എഡ്യൂക്കേഷൻ എംപവർമെന്റ് റെഗുലേഷൻ ഏജൻസി എന്ന് പറഞ്ഞത്. അപ്പൊ നിലവില് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഹയർ ലെവലില്, നാഷണൽ ലെവലില് രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഒന്ന് എന്താണ്? UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അഥവാ UGC അല്ലെ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അഥവാ UGC എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്തിന്? ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷനെ, ഹയർ ലെവലിലുള്ള എഡ്യൂക്കേഷനെ കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതിന്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ്. അതാണ് ഏത്? UGC യെ കുറിച്ച് ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളിപ്പോ ഇവിടെ പറയുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്തത് ഈ UGC എന്ന് പറയുന്ന ഈ ഒരു ഏജൻസിയെയും കൂടാതെ AICTE. എന്താണ് AICTE? ഓൾ. എന്ന് പറഞ്ഞ ഇന്ത്യ, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അപ്പൊ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നാണ് AICTEയുടെ പൂർണ്ണരൂപം. അപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഓൾ ഇന്ത്യ ലെവലില്, നാഷണൽ ലെവലില് കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള എന്താ പറയുന്നത് ഏജൻസിയായ AICTEയെയും അതുപോലെ തന്നെ നാഷണൽ ലെവലില് ഹയർ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന UGCയെയും മെർജ് ചെയ്തുകൊണ്ട്, ഇതിനെ രണ്ടിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഭാവിയിൽ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്ന ഹയർ എഡ്യൂക്കേഷൻ ലെവലില് കൊണ്ടുവരാൻ പോകുന്ന, ഇത് രണ്ടിനെയും കൂട്ടി യോജിപ്പിച്ച് ഒന്നാക്കാൻ പോകുന്ന സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഏജൻസിയുടെ പേരാണ് ഹീര. ഹയർ എഡ്യൂക്കേഷൻ എംപവർമെന്റ് റെഗുലേഷൻ ഏജൻസി എന്നാണ് അതിന്റെ പേര്. അപ്പോ അങ്ങനെ കൊണ്ടുവരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുള്ളൂ, അല്ലാണ്ട് UGC നിർത്തലാക്കിയേ അല്ലെങ്കിൽ AICTE നിർത്തലാക്കിയേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ രണ്ട് സ്ഥാപനങ്ങളും കൂടി കൂട്ടി യോജിപ്പിച്ച് ഭാവിയിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുന്നത് പ്രോജക്റ്റ് നമ്മുടെ കൈവശമുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ ഒരു ചിന്തയിലുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഹീര എന്ന് പറയുന്നത് UGCയെയും AICTE, UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, AICTE ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഈ രണ്ട് ഹയർ ലെവലിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയും കൂട്ടി യോജിപ്പിച്ച് ഭാവിയിൽ കൊണ്ടുവരാൻ സെൻട്രൽ ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന പുതിയൊരു ഏജൻസിയാണ് ഹീര. ഹയർ എഡ്യൂക്കേഷൻ എംപവർമെന്റ് റെഗുലേഷൻ ഏജൻസി എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇത്രേ പറയാനുള്ളൂ. ഓരോ പുതിയ വെറൈറ്റി ടോപ്പിക്കുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാനിവിടെ ഈ ഒരു ക്ലാസ്സിനെ എടുക്കുന്നത്. അതായത് ഓരോ ശനിയാഴ്ചകളിലാണ് സാധാരണ രീതിയിൽ നമ്മൾ ഈ GK റാങ്ക് കോർണർ ആഡ് ചെയ്യാറ്. ഇത്തരം ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.